ഒറീസയിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം എത്തിച്ച 15 കിലോ കഞ്ചാവ് കൊല്ലത്ത് പിടികൂടി. 2 ട്രോളി ബാഗുകളിലായി പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ ഒറീസ സ്വദേശികളായ സഹോദരങ്ങൾ അറസ്റ്റിലായി. ഹിരോദൾ ഡിഗാൽ, ബാബുജി ഡിഗാൽ എന്നിവരാണ് പിടിയിലായത്. കൊല്ലം റെയിൽവേ പോലീസും ഡാൻസാഫ് ടീമും റെയിൽവേ ഇൻ്റലിജൻസും എന്നിവർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികൾക്ക് ഒറീസയിൽ കഞ്ചാവ് തോട്ടമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. എറണാകുളത്തേക്കാണ് കഞ്ചാവ് എത്തിക്കാൻ ശ്രമിച്ചത്. എന്നാൽ എറണാകുളത്ത് പരിശോധന ശക്തമാണെന്ന് മനസ്സിലായതോടെ അവിടെ നിന്നും ഇറങ്ങാതെ കൊല്ലത്ത് ഇറങ്ങുകയായിരുന്നു ഇരുവരും. കഞ്ചാവ് കടത്തിന് പിന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെയും ഓപ്പറേഷൻ തൂഫാൻ്റെയും ഭാഗമായിട്ടായിരുന്നു പരിശോധന. കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായ പെട്രോളിംഗ് നടത്തി വരികയായിരുന്നു. അതിനെ തുടർന്ന് ഇന്നേ ദിവസം ഈ സമയത്തോടുകൂടി കൊല്ലം റെയിൽവേ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട ഒറീസ സ്വദേശികളായ 2 പേരുടെ പക്കൽ നിന്നും ഏകദേശം 15 കിലോയോളം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ കഞ്ചാവ് ഒറീസയിൽ നിന്നും അവൻ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ എറണാകുളത്ത് ഇറക്കി അവിടെ വിൽപ്പന നടത്താനായിരുന്നു ഉദ്ദേശം. എന്നാലും റെയിൽവേയിലുണ്ടായിരുന്ന തുടർച്ചയായുള്ള ശക്തമായ പരിശോധന മൂലം എറണാകുളത്ത് ഇറക്കാൻ പറ്റാത്തതും തുടർന്ന് തീയാൻ്റെ സഹോദരനായ രണ്ടാം പ്രതിയുമൊപ്പം കൊല്ലം റെയിൽ പോലീസ് സ്റ്റേഷൻ ഇറങ്ങേണ്ട വരികയാണ് ഉണ്ടായത്. ആ സമയത്താണ് പെട്രോളിംഗ് സമയത്ത് നമ്മൾ ഇവരെ കണ്ടെത്തുകയും തീയാനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. വരും ദിവസങ്ങളിലും ശക്തമായ പെട്രോളിംഗ് തന്നെ ഉണ്ടാകും. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ശക്തമായ പെട്രോളിംഗ് നടത്തുന്നതിന് റെയിൽവേ SP അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും റെയിൽവേ DSRB അദ്ദേഹത്തിനകത്തുനിന്ന് IRT അദ്ദേഹത്തിനെടുത്തും ശക്തമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ശക്തമായ പെട്രോളിംഗ് വരും ദിവസങ്ങളിലും ഉണ്ടാകുന്നതാണ്. മധുരൈ, കൊച്ചി വന്ന പയ്യന് വന്നു. എവിടെയാണോ അവിടെയാണോ? അപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞെന്തെങ്കിൽ